PSC PYQയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പറയുന്നത് പഠനത്തിലൊരു ബ്രേക്ക് വന്നതിന് ശേഷം എന്നെ റാങ്ക് ലിസ്റ്റിലെത്തിക്കാൻ സഹായിച്ച മെയിൻ ലിസ്റ്റിലെത്തിക്കാൻ സഹായിച്ച 4 ട്രിക്സുകളാണ്. നമ്മൾ ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവരാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ചിലപ്പോൾ നമുക്ക് പഠിക്കാനൊന്നും പറ്റത്തില്ല. കറക്റ്റ് സമയത്ത് തന്നെ ഇപ്പോൾ നമുക്ക് ഇന്ന പോർഷനൊന്നും തീർക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമുക്ക് നല്ലൊരു ബ്രേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരാഴ്ചയാണെങ്കിലും അത് ഒരു മാസമാണെങ്കിലും ഒരു വർഷമാണെങ്കിലും അങ്ങനെയൊക്കെ നമുക്ക് ബ്രേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരികെ പഠനത്തിൻ്റെ ട്രാക്കിലോട്ട് വരുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഒന്നാമത്തത്, നമ്മൾ തിരിച്ചു വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പുതിയതായിട്ടൊന്നും നോക്കരുത്. ഇപ്പോൾ പുതിയത് നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ഏകദേശം തീർത്ത് വെച്ചിരുന്നെങ്കിൽ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി തീർത്ത് നമുക്ക് അടുത്ത കേരള ഹിസ്റ്ററി നോക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും ചെയ്യരുത്. അതൊരു ഭയങ്കര ഒരു അബദ്ധമാണ്. നമ്മൾ ഫസ്റ്റ് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്തെടുക്കുക? നമ്മൾ പഴയ നമ്മുടെ നോട്ട് ബുക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ റാങ്ക് ഫയൽസ് ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം നമ്മൾ നമ്മുടെ ആ പഴയ ടെക്സ്റ്റുകളോ നോട്ട് ബുക്കുകളോ റാങ്ക് ഫയലുകളോ എന്തോ ആയിക്കോട്ടെ, നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? അതൊന്ന് നോക്കുക. അതായത് ഇത് നോക്ക്, ഇതെൻ്റെ പഴയൊരു നോട്ട് ബുക്കാണ്, ഒത്തിരി പഴയതാണ്. ഞാൻ ആദ്യം കുറച്ച് നാൾ എനിക്ക് ബ്രേക്ക് വന്നതിന് ശേഷം ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ പഴയ നോട്ട് ബുക്കുകളൊക്കെ ഒന്നെടുത്ത് റിവൈസ് ചെയ്തു. ഇതൊക്കെ പഴയതാണ്, ഒത്തിരി പഴയതാണ്. ഇപ്പോൾ ഇതേ കണ്ടോ, ആ നോട്ട് ബുക്കുകൾ നോട്ട്സ് ഒന്നെടുത്ത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. ഈ ബുക്കുകളൊക്കെ കണ്ടാൽ തന്നെ അറിയാം ഇതൊരുപാട് കഴിഞ്ഞ LP UPയുടെ ആ ടെക്സ്റ്റ് ആ റാങ്ക് ഫയലാണ്. അപ്പോൾ ആദ്യം ഞാൻ എന്താ ചെയ്യേണ്ടത്? പുതിയ റാങ്ക് ഫയൽ, പുതിയത് ഞാൻ വാങ്ങിച്ചിട്ടില്ല, പുതിയ റാങ്ക് ഫയൽ ഒന്നും നമ്മൾ എടുക്കരുത്. എന്താണ് ആ പഴയ ഇനിയുള്ളതൊന്നും നോക്കാതെ ആ പഴയ റാങ്ക് ഫയലുകൾ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് മനസ്സിലാവുന്നതാണ് നമ്മൾ ഇത്രയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ഇനി നമുക്ക് സിമ്പിളായിട്ട് നെക്സ്റ്റ് വരുന്ന എന്താണോ അത് നമുക്ക് പഠിക്കാം എന്ന് നമുക്കൊരു സ്വയം ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. സ്വയം ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക നമ്മൾ. അല്ലാതെ പഴയതൊന്നും നമ്മൾ ആദ്യം നോക്കരുതെന്ന്, പുതിയതൊന്നും നോക്കരുതെന്നല്ല. ആദ്യം നമ്മൾ പഴയത് പഠിക്കാനായിട്ട് ഒരു 2 ദിവസമോ 3 ദിവസമോ ഒക്കെ പഴയത് പഠിക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തുക. അപ്പോൾ പഴയതെല്ലാം നമ്മൾ ഏകദേശം ഒരു 3 ദിവസമോ 4 ദിവസമോ കൊണ്ട് നമ്മൾ എഴുതി പഠിച്ച സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ പഴയതൊക്കെ നോക്കി തീർക്കാനായിട്ട് ഇപ്പോൾ ഒരു 3 ദിവസം എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും, നമ്മൾ ഇത്രയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ഇനി നമുക്ക് ഒരുപാട് പഠിക്കാനൊന്നും ഉണ്ടാവില്ല, നമുക്ക് സിമ്പിളായിട്ട് എന്താണ് അടുത്തതിലോട്ട് നമുക്ക് പോകാം എന്ന് നമുക്കൊരു വിശ്വാസം തോന്നും. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ബ്രേക്ക് വന്നവരെ പഴയതിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട്, ഒന്നും എഴുതാത്തവരായിരിക്കത്തില്ല, എന്തെങ്കിലുമൊക്കെ ആയിട്ട് എഴുതിയവർ ആ പഴയത് നന്നായിട്ടൊന്ന് നോക്കിയതിന് ശേഷം, എത്ര പഠിക്കാനുണ്ടെങ്കിലും പഴയത് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ പുതിയതിലോട്ട് പോകാം. അപ്പം നമുക്കൊരു നമ്മുടെ ടെക്സ്റ്റ് നോട്ട് ബുക്കൊക്കെ എടുത്ത് ഇതൊക്കെ ഞാൻ പഠിച്ചതാണ്, ഇനിയൊക്കെ ജസ്റ്റ് റിവൈസ് ചെയ്താൽ മതി എന്ന് നമുക്ക് തോന്നും. ഇനി രണ്ടാമത്തത്, നമ്മൾ എന്ത് ചെയ്യുക? ഒരിക്കലും OMR ഷീറ്റ് നമ്മൾ രണ്ടാമത് നമ്മൾ അതിൽ ശേഷം OMR ഷീറ്റ് ഒരിക്കലും പെട്ടെന്ന് ഒരാഴ്ചയോ 2 ആഴ്ചയോ കൊണ്ട് ഒരിക്കലും ഒരു OMR ഷീറ്റ് ചെയ്ത് നോക്കരുത്. OMR ഷീറ്റ് എന്ന് വെച്ചാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കരുത്. ചെറിയ ചെറിയ ടോപ്പിക്സ് ഒക്കെ നോക്കാം, അല്ലാതെ ഒരു 100 മാർക്കിൻ്റെത് ഒരിക്കലും നമ്മൾ ചെയ്ത് നോക്കരുത്. ആ 100 മാർക്കിൻ്റെയൊക്കെ ചെയ്ത് നോക്കിയാൽ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ വിശ്വാസം മുഴുവൻ നമുക്ക് ആ OMR ഷീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആ വിശ്വാസം മുഴുവൻ പോകും. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നോക്കി വന്നത് നമുക്ക് ചിലപ്പോൾ എല്ലാ മേഖലകളും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവത്തില്ല. അപ്പം നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി അങ്ങനെ കുറച്ച് പോർഷൻസ് ഒക്കെയാണ് നോക്കിയിട്ടുണ്ടെങ്കിൽ, തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഈ 100 മാർക്കിൻ്റെ എന്ന് വെച്ചാൽ എല്ലാ പോർഷൻസും അതിലുണ്ടാവും. നമുക്കറിയാം കേരള ഹിസ്റ്ററി, കേരള ജിയോഗ്രഫി, ഇന്ത്യൻ ജിയോഗ്രഫി, എക്കണോമിക്സ്, വേൾഡ് ഹിസ്റ്ററി, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, അങ്ങനെ എല്ലാ സബ്ജക്ട്സും അതിലുണ്ടാവും. അപ്പോൾ നമ്മൾ എല്ലാം കൂടെ നോക്കുമ്പോൾ അയ്യോ ഇതെന്താണ്, എനിക്കിതൊന്നും പഠിക്കാൻ പറ്റത്തില്ലല്ലോ, ഞാൻ ഇനി എന്ത് ചെയ്യും? അപ്പോൾ നമുക്കൊരു ടെൻഷൻ വരും. ഇപ്പം നമ്മൾ ഇത്ര നാൾ പഠിച്ചത് തന്നെ നമ്മൾ മറന്നു പോകും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്താണ് OMR ഷീറ്റ് നമ്മൾ ഒരിക്കലും OMR ഷീറ്റ് ചെയ്യരുതെന്നല്ല, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ 100 മാർക്കിൻ്റെ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. അപ്പോൾ അതിൽ എല്ലാ ടോപ്പിക്സും ഉണ്ടാകും, നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ. അപ്പോൾ നമ്മുടെ നമ്മളിപ്പോൾ കൊണ്ടുവന്ന ഒന്നാമത് എഴുതിയ ആത്മവിശ്വാസം തന്നെ നമുക്ക് രണ്ടാമത് വരുമ്പോൾ നമുക്ക് തീരും. അതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു ബേസ് ആയിക്കഴിഞ്ഞ് മാത്രം നമ്മൾ OMR ഷീറ്റ് 100 മാർക്കിൻ്റെ ചെയ്യുക. ഒരിക്കലും അല്ലാതെ ചെയ്യരുത്. എനിക്ക് വന്ന അബദ്ധങ്ങളോ അതിൽ നിന്ന് പഠിച്ച പാഠങ്ങളുമാണ് ഞാൻ പറയുന്നത്. മൂന്നാമത്തത് എന്താണ്? അപ്പോൾ നമ്മുടെ കോൺഫിഡൻസും പോകും. അതുകൊണ്ട് അതൊരിക്കലും ചെയ്യരുത്. മൂന്നാമത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമുക്കിഷ്ടമുള്ള
നമുക്കിപ്പോൾ ഏതാണ് നമുക്ക് ഇപ്പോൾ മാത്സ് ഇഷ്ടമുള്ളവരുണ്ടാവും, ഇംഗ്ലീഷ് ഇഷ്ടമുള്ളവരുണ്ടാവും, ഹിസ്റ്ററി ഇഷ്ടമുള്ളവരുണ്ടാകും, ജിയോഗ്രഫി, എക്കണോമിക്സ്, അങ്ങനെ എല്ലാം ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള 2-3 ക്ലാസ്സുകൾ പ്രീവിയസ് PYQO അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള അധ്യാപകരുടെ ക്ലാസ്സുകളോ നമ്മൾ കാണുക. പിന്നെ അല്ലെങ്കിൽ നമ്മളത് ഇപ്പോൾ റാങ്ക് ഫയലിൽ നോക്കിയിട്ട് ആ പോർഷൻസ് മാത്രം നമ്മളൊന്ന് കവർ ചെയ്യുക. ഏകദേശം വേണ്ടയോ നമ്മൾ കാണുക തന്നെയാണ് നല്ലത്. 2-3 ക്ലാസ്സുകൾ നമുക്കിപ്പോൾ ഇന്ത്യൻ ജോഗ്രഫി ആണെങ്കിൽ ആ ഇന്ത്യൻ ജോഗ്രഫിയുടെ ഒരു 2-3 PYQ സെക്ഷൻസും അതേപോലെ തന്നെ 2-3 PYQ ക്ലാസ്സുകളും നമ്മൾ കാണുക. അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൊത്തമായിട്ടുള്ള നമ്മൾ കൂടുതൽ യൂട്യൂബിലൊക്കെ തിരഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പോർഷൻസ് ഉള്ള ഇതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ 2-3 PYQ ക്ലാസ്സുകൾ കാണുക. അപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ 3 വർഷത്തിനോ 4 വർഷത്തിനോ ഇടയ്ക്ക് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്തൊക്കെ മാറ്റങ്ങൾ നമ്മൾ പഠിച്ചതിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങൾ അതിൽ വന്നിട്ടുണ്ടോ എന്നറിയാനായിട്ട് PYQ സെക്ഷൻസ് കൂടുതലായിട്ട് നമ്മൾ കാണുക. PYQ സെക്ഷൻസ് കണ്ടാലേ നമുക്ക് പുതിയ ഇപ്പം നമ്മൾ നേരത്തെ ഇപ്പോൾ ബ്രേക്ക് എടുത്ത് വന്നതിന് ശേഷവും അതിന് മുന്നോ അതിന് ശേഷമോ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അറിയാനായിട്ട് 2-3 നമുക്ക് ഇഷ്ടമുള്ള ക്ലാസ്സുകൾ മതി. ഇഷ്ടമില്ലാത്ത നമ്മൾ ഇപ്പോൾ മാത്സ് ഒക്കെ ടഫുള്ളവരുണ്ടാവും, ഇംഗ്ലീഷ് ടഫുള്ളവരുണ്ടാവും. അപ്പം നമ്മൾ ആദ്യം ഇത് കാണരുതെന്നല്ല, നമുക്ക് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇഷ്ടമുള്ള ക്ലാസ്സുകൾ മാത്രം നമ്മളൊന്ന് കാണുക. അതിനുശേഷം നമ്മൾ ഏകദേശം നമുക്കൊരു കോൺഫിഡൻസ് കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ അടുത്ത ഒരു ടോപ്പിക്കിലോട്ട് പോവുക, അടുത്തൊരു ക്ലാസ് കാണുക. അങ്ങനെയാണ്. പിന്നെ നാലാമത്തേതെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവരായിരിക്കും. വീട്ടിൽ കുട്ടികളുടെ ഹസ്ബൻഡ് എല്ലാത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും. നാലാമത്തെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പഠിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിൽ ആ ചിന്തകളെല്ലാം മാറ്റി വയ്ക്കുക. നമ്മൾ പഠിത്തത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. ജോലി കിട്ടും, ജോലിക്ക് പോകുന്നതോ അങ്ങനെ കിട്ടിക്കഴിയുമ്പോഴുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ മനസ്സിലോർക്കുക. വേറെ ഒരു കാര്യങ്ങളും നമ്മൾ ജോലി കിട്ടിക്കഴിയുമ്പോഴുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ മനസ്സിലോർത്ത് വെക്കുക. അപ്പോൾ പിന്നെ അല്ലാതെ നമുക്ക് പഠിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് അങ്ങനെ ചെയ്തു തീർക്കാനുണ്ട്, ഇത് ചെയ്തു തീർക്കാനുണ്ട്, അത് കാര്യങ്ങളൊക്കെ അതിൽ ഒന്നും നമ്മൾ ഓർക്കരുത്. നമ്മൾ ജോലി കിട്ടിയതിന് ശേഷമുള്ള കാര്യങ്ങളും അത് മാത്രം നമ്മൾ നമ്മുടെ മനസ്സിൽ ചിന്തിക്കുക. വേറെ ഒന്നും ഓർക്കരുത്. ഈ ജോലി കിട്ടുന്നതിന് മുമ്പ് എന്തൊക്കെ അതൊന്നും നമ്മൾ ഓർക്കണ്ട. ജോലി കിട്ടിയതിന് ശേഷം ഉള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഓർക്കുക. വേറെ ഒന്നും നമ്മുടെ മനസ്സിൽ ഓർക്കരുത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടില്ല. ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ പഴയ നോട്ട്ബുക്കുകൾ എടുത്തൊന്ന് നോക്കുക. പിന്നെ OMR ഷീറ്റ് 100ന്റെ ചെയ്യരുത് ഒരിക്കലും. 2-3 ക്ലാസ്സുകൾ നമുക്ക് ഇഷ്ടമുള്ള ക്ലാസ്സുകളൊക്കെ കാണുക. അപ്പോൾ തന്നെ നമുക്കൊരു ബേസ് ഇവിടെ വരും. ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഞാൻ പരീക്ഷിച്ചത് കൊണ്ട് ഞാൻ പറയുകയാണ്. പിന്നെ നമുക്കൊരു വിശ്വാസം തോന്നും. പിന്നെ അഞ്ചാമത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പുതിയ നോട്ട്ബുക്ക്, പുതിയ ടെക്സ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ പുതിയൊരു റാങ്ക് ഫയൽ വാങ്ങിക്കുക. എന്നിട്ട് നമ്മൾ SCERT ബേസ് ചെയ്തിട്ട് നമ്മൾ പഠിച്ചതിൽ നിന്നും ഇപ്പോൾ പഠിച്ചതിൽ നിന്നും എവിടെയൊക്കെ മാറ്റം വന്നിട്ടുണ്ടെന്ന് നമ്മൾ നോക്കുക. ഇപ്പോൾ ഏകദേശം പഴയതിൽ നിന്ന് തന്നെ ഒരുപാട് മാറ്റങ്ങളൊന്നും വന്നിട്ടുണ്ടാവത്തില്ല. പക്ഷെ ഇപ്പൊ മാറ്റം? നമുക്ക് എല്ലാവർക്കും അറിയാം, കുട്ടികളുടെ ടെക്സ്റ്റിൽ നിന്ന് ഒരുപാട് ചോദിക്കുന്നുണ്ട്. കുട്ടികളുടെ ടെക്സ്റ്റിൽ നിന്ന് ചോദിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, നമ്മൾ പഠിച്ചതാണ് ഇപ്പൊ കുട്ടികളുടെ കയ്യിലോട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പഴയത് പഠിച്ചത് തന്നെയാണ് ഇപ്പോൾ അത് കുറച്ചുകൂടെ വിശദീകരിച്ച് കുട്ടികളുടെ ടെക്സ്റ്റിലോട്ട് ആഡ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. വേറെ അതിൽ നിന്ന് ഒരു മാറ്റമില്ല. നമ്മൾ പഠിച്ച എല്ലാ ടോപ്പിക്സും നമ്മൾ SCERT ഓരോ ടോപ്പിക്സ് എടുത്ത് വെച്ചാൽ നോക്കിയാൽ അറിയാം, നമ്മൾ പഠിച്ചത് തന്നെയാണ്. വേറെ ഒന്നും അതിൽ മാറ്റം വന്നിട്ടില്ല. പക്ഷെ കുറച്ച് കൂടുതൽ ടോപ്പിക്സ് അതിലോട്ട് ആഡ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ അതിൽ വന്നിട്ടുള്ളൂ. അത് നമുക്ക് കവർ ചെയ്ത് എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പറ്റാത്തതായിട്ട് ഒന്നുമില്ല അതിൽ. ഞാനത് വിശദീകരണമായിട്ട് വേറൊരു വീഡിയോയിൽ പറയാം. നമ്മൾ പഠിച്ചു കഴിഞ്ഞതുമായിട്ടും പഠിച്ചെടുക്കാവുന്നതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിലുള്ളൂ. അല്ലാതെ പുതിയതായിട്ട് ഒരു കണ്ടുപിടുത്തങ്ങളൊന്നും ഇപ്പൊ ലാവോസിയ നടത്തിയതുപോലെയോ മെൻഡലീഫ് നടത്തിയതുപോലെ അതൊക്കെ പണ്ട് നമ്മൾ പഠിച്ചത് തന്നെയാണ്. അതൊന്നുകൂടെ പീരിയോഡിക് ടേബിൾസ് ഒക്കെ ഒന്നുകൂടെ വിശദീകരിച്ച് കൊടുത്തിരിക്കുന്നതെന്ന് മാത്രമേ അതിലുള്ളൂ. അല്ലാതെ പുതിയതായിട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല എന്ന് നമ്മുടെ മനസ്സിനെ ആദ്യം പറഞ്ഞ് വിശ്വസിപ്പിക്കുക. നമ്മൾ പഠിച്ചതൊക്കെ തന്നെയാണ്. 3-5 എക്സ്ട്രാ പോയിന്റ്സ് മാത്രമേ ഇതിലുള്ളതെന്ന് നമ്മൾ നോക്കുക. അപ്പം ഇത് പണ്ട് പഠിച്ചിട്ട് ബ്രേക്ക് എടുത്തവരുടെ കാര്യമാണ്. ഇനി അങ്ങനെ അല്ലാത്തവർക്ക് പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. ആദ്യം തന്നെ നമുക്ക് ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു റാങ്ക് ഫയൽ വാങ്ങിക്കുക. അതിൽ എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുക, PYQ ചെയ്യുക.
അപ്പോൾ അതാണ് പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത്. ഇപ്പം ഏകദേശം നമുക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഈ 5 കാര്യങ്ങൾ തന്നെ 4-5 കാര്യങ്ങൾ തന്നെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ മനസ്സിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാകും. എന്നെക്കൊണ്ട് പറ്റും, എന്നെക്കൊണ്ട് ഇത് നേടിയെടുക്കാൻ പറ്റും എന്നൊരു വിശ്വാസം ഉണ്ടാകും. എനിക്കും ഒരുപാട് ഇതുണ്ടായിരുന്നു. ആദ്യം വന്നു കഴിഞ്ഞപ്പോൾ ഞാനും ഒരുപാട് ബുദ്ധിമുട്ടിയായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, പഴയതെടുത്ത് നോക്കിക്കഴിയുമ്പോൾ ഒരു ബേസ് ആയി കഴിഞ്ഞതിന് മാത്രം പുതിയതെടുക്കുമ്പോൾ നമുക്ക് എല്ലാം നമ്മുടെ സാവധാനം ഓക്കെ ആവും. മനസ്സിലായല്ലോ. അപ്പോൾ പുതിയതായിട്ട് ഉള്ളവരാണെങ്കിലും പിന്നെ ഇപ്പം എന്താണ്, ഒരു ഒരു റാങ്ക് ഫയൽ വാങ്ങിച്ച് നന്നായിട്ടൊന്ന് പഠിച്ച് പി വയ്ക്കും. ഇപ്പോൾ ഒരു ടോപ്പിക്സ് ആണെങ്കിൽ ആ ടോപ്പിക്സ് തീർത്ത് അതിൻ്റെ പി വയ്ക്കും. അടുത്ത ടോപ്പിക്സ് ആണെങ്കിൽ അതിൻ്റെ തീർത്ത് അതിൻ്റെ തന്നെ പി വയ്ക്കും. അങ്ങനെ ഒരു കണ്ടും കേട്ടും പഠിച്ചു കഴിയുമ്പോൾ ഉറപ്പാണ് പിന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും ഇതൊന്നും പോവില്ല. ഞാൻ 100% ഉറപ്പ് പറയുകയാണ്. അപ്പം നിങ്ങൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവർ കുറേ വർഷങ്ങൾക്ക് ശേഷം പഠനത്തിലോട്ട് വീണ്ടും വരികയാണ്, അവർക്ക് ഗ്യാപ്പ് വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ മറികടക്കാനായിട്ട് അങ്ങനെ ഒത്തിരി പേരുണ്ടാവും. അപ്പോൾ ഇപ്പോൾ PSC എന്ന് വെച്ചാൽ ഒരു 2 ആഴ്ച നമ്മൾ നോക്കാതിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. നമ്മൾ മറന്നു പോയെന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഇത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. 100% നമ്മൾ വിജയിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ വെക്കുക. പിന്നെ കൂടാതെ എന്താണ് നിങ്ങൾക്ക് പിന്നെ ഇനി എടുത്തു തരേണ്ട എന്ത് സെക്ഷനാണെന്നുള്ളത് അത് ഒന്ന് കമൻ്റ് ആയിട്ട് ഇടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്